വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഫ്ലഫി എഗ് റോസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇതിന് എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്, 3 കോഴിമുട്ട. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ആ കുരുമുളക് പൊടി മിക്സ് ആവണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഫ്ലഫി ആയിട്ട് മുട്ട പൊരിച്ചെടുക്കുമ്പോൾ ആ ഒരു മഞ്ഞ കളർ ഉണ്ടാകും. അതിനായിട്ട് നല്ല ചൂടായുള്ള ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം എണ്ണ ഒഴിച്ച് കൊടുത്തോ. എന്താണെന്ന് വെച്ചാൽ മുട്ട പൊരിച്ചെടുക്കുന്നതും അതിൻ്റെ മസാല ഉണ്ടാക്കുന്നതും എല്ലാം ഈ എണ്ണയിൽ തന്നെയാണ്. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടാവണം. ചെറുതായിട്ട് ചൂടായാൽ പോരാ, ഈ എണ്ണ എത്രമാത്രം ചൂടാവുന്നോ അത്രയും നമ്മളുടെ എഗ് റോസ്റ്റ് ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു തവ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നാക്സൊക്കെ കോരി എടുക്കില്ല എണ്ണയിൽ നിന്ന്, അതിനായിട്ട് ഉപയോഗിക്കുന്ന തവയിലേക്കാണ് ഈ പൊട്ടിച്ചൊഴിക്കുന്നത്. അതാകുമ്പോൾ ഇങ്ങനെ ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ, മഴ പെയ്യുന്ന പോലെയൊക്കെ വീഴും. ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ ആകെ ഒരു മെത്തേഡ് ഇതാണ്. ഇനി ഇതൊന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ആ ഉള്ളിൽ കിടക്കുന്ന മുട്ടയുടെ ആ മഞ്ഞ കരുക്കില്ലേ, അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ എണ്ണയിൽ തന്നെ തിരിച്ച് മറിച്ചിടുക. ഒരു മിനിറ്റ് നമ്മളത് മറിച്ചിട്ടാൽ മതി. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. പിന്നെ ഏറ്റവും എളുപ്പത്തിന് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഈ ഒരു അരിപ്പ കയ്യിൽ പോലത്തെ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പൊടിച്ചിടുമ്പം ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇത് ശരിക്കും പഞ്ഞി പോലെ വരും. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മളിനി മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാനൊരു മീഡിയം സവാള നീളത്തിലരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ സവാളയുടെ കളർ അധികം മാറുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഗോൾഡൻ കളറൊന്നും ആവാൻ നിൽക്കേണ്ട. ഇതൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്കിനി മസാല പൊടികളൊക്കെ ആഡ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതാ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഈ സവാളയിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുറച്ചും കൂടെ നമ്മുടെ എഗ് റോസ്റ്റിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. നന്നായിട്ടൊന്ന് വാടട്ടെ, തക്കാളി പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ തക്കാളിയുടെ ഒപ്പം തന്നെ ഞാനൊരു 3 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി വാടുന്നതിൻ്റെ ഒപ്പം ഈ പച്ചമുളകും കൂടെ ഒന്ന് വാടി വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തവരാണെങ്കിൽ എത്രയും ചേർക്കേണ്ട കാര്യമില്ല, ഒരുപാട് ആവരുത്. ഇനി അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ശരിക്കും ഒരു ആ മസാലയ്ക്ക് നല്ലൊരു ചിക്കൻ്റെയൊക്കെ ഒരു ആ ഫ്ലേവറൊക്കെ കയറി വീഴും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അത് മറന്നു പോകരുത്. അപ്പോൾ എരിവ് കൂടണ്ട, പാകത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് എരിവുള്ള മുളക് പൊടിയായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ടത്. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട പൊട്ടിച്ചപ്പം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മസാലയ്ക്കുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൂടിപ്പോകും, അത് ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലഫി എഗ് റോസ്റ്റ് റെഡിയായി. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസും മറക്കാതെ നിങ്ങൾക്ക് കാണാനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുന്നിലെത്തും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.